എനിക്ക് അഡ്മിഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു സ്കൂളാണ്. ഹ്യൂമാനിറ്റീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്കിവിടെ ഹ്യൂമാനിറ്റീസ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി, സന്തോഷമുണ്ട്. ബോയ്സ് കിട്ടിയതിന് വളരെയധികം സന്തോഷമുണ്ട്. ഗേൾസിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടിയ സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. എൻ്റെ പേര് സിത്താര എന്നാണ്. ഞാൻ നേരത്തെ പഠിച്ചത് പട്ടാഴി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഹ്യൂമാനിറ്റീസ് ബാച്ചിലാണ്. ഈ സ്കൂളിൽ കിട്ടാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ 5ാം സ്ഥാനം ഉള്ള സ്കൂളാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ചേരാൻ പറ്റിയതിൽ. ഒത്തിരി പ്രതീക്ഷകളുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ കിട്ടിയതിൽ. പിന്നെ നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന് പാസ് ഔട്ടായി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ തങ്കശ്ശേരി ഗേൾസ് ഹൈസ്കൂളിൽ നിന്നാണ് വരുന്നത്. എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയത് തേർഡ് അലോട്ട്മെൻറ്റിന് ഇവിടെ കിട്ടിയത് ഞാൻ പ്രതീക്ഷിച്ചതിനെയും കാട്ടി ഏറ്റവും കൂടുതൽ നല്ല സ്കൂളാണ് എനിക്ക് തോന്നി. ഇപ്പം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല സ്കൂളും കൂടെയാണ്. കൊട്ടാരക്കര ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂള് ഏതാണ്ട് 140 വർഷത്തോളം പഴക്കമുണ്ട്. അത് 8 മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 1500 പരം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം, VHSC വിഭാഗം, അങ്ങനെ 3 വിഭാഗങ്ങൾ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് VHSCയിലും ഹയർ സെക്കൻഡറിയിലും +1 കുട്ടികൾ എത്തിയിരുന്നു. അപ്പം സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാര്യം ഹയർ സെക്കൻഡറിയിൽ 360 കുട്ടികളും VHSCയിൽ ഏതാണ്ട് 200 കുട്ടികളും ഇന്ന് അഡ്മിഷൻ എടുത്ത് പുതിയ വർഷത്തിൽ പഠനത്തിന് വേണ്ടി എത്തിയതാണ്. രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് എത്തിയത്. നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെയേറെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 360 കുട്ടികൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് നമ്മുടെ ബാച്ചുകളെല്ലാം ഫില്ലായതിനു ശേഷവും ഇപ്പോഴും ആളുകൾ വന്ന് ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ, അതിന് സാധ്യതയുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുൻ വർഷങ്ങളിലൊക്കെ ഇവിടെ കിട്ടിയിട്ടുള്ള റിസൾട്ടും നമ്മുടെ സ്കൂളിൻ്റെ അച്ചടക്കവും അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളുമൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിയതിൻ്റെ വലിയൊരു അംഗീകാരമായിട്ട് നമ്മളിതിനെ കാണുകയാണ്. കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ഇയറിൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാൽ കൊല്ലം ജില്ലയിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ 1ാം സ്ഥാനത്തെ റിസൾട്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. അതേപോലെ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളുകളുടെ ഇടയിൽ 5ാം സ്ഥാനത്തേക്ക് A+കളുടെ എണ്ണത്തിൽ ഉയർന്നു നിൽക്കുന്നതിന് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഹ്യൂമാനിറ്റീസിൽ 1200-ൽ 1200 മാർക്ക് വാങ്ങാൻ സാധിച്ചു. സയൻസിലെ ഒരു കുട്ടിക്ക് 1200-ൽ 1199 മാർക്കും കരസ്ഥമാക്കി ഉന്നത വിജയം നേടിത്തരുന്നതിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ +1ൻ്റെ റിസൾട്ട് ഇപ്പം വന്നപ്പോൾ 4 കുട്ടികൾക്ക് ഫുൾ മാർക്കുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. അതേപോലെ A+ൻ്റെ എണ്ണത്തിൽ 55 A+കളാണ് ഇപ്പം ലഭ്യമായിട്ടുള്ളത്. അത് സെക്കൻഡ് ഇയർ ആകുമ്പോഴേത്ത് ഈ 4 കുട്ടികൾക്കും ഫുൾ മാർക്ക് വാങ്ങുന്നതിനും അതേപോലെ A+കളുടെ എണ്ണം നല്ല രീതിയിൽ ഉയർത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ മുൻപന്തിയിലേക്ക് എത്തുന്നതിനും സാധിക്കും. അതിന് ഉള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥമായ രീതിയിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. നിരന്തരമായ ചിട്ടയോടുള്ള പഠനവും പഠന പ്രവർത്തനങ്ങളും നമ്മുടെ സ്കൂളിൻ്റെ യശസ്സും അതിൻ്റെ റിസൾട്ടുമൊക്കെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതിന് വളരെയേറെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പഠനത്തോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും സ്പോർട്സ്, ആർട്സ്, ഗെയിംസ് തുടങ്ങിയ എല്ലാ ഇനങ്ങളിലും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ വർഷം നാഷണൽ ലെവലിൽ വരെ നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ പങ്കെടുക്കുകയുണ്ടായി. ബോൾ ബാഡ്മിൻ്റനകത്ത് ഒരു കുട്ടിയെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. യോഗയുമായി ബന്ധപ്പെട്ട് നാഷണൽ ലെവലിൽ ഒരു കുട്ടിയെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. സംസ്ഥാനത്തെ കഴിഞ്ഞ വർഷത്തെ യൂത്ത് ഫെസ്റ്റിവൽ കൊല്ലം ജില്ലയിലാണ് നടന്നത്. ആ കൊല്ലം ജില്ലയിൽ യൂത്ത് ഫെസ്റ്റിവലിൽ കൊല്ലം ജില്ലയ്ക്ക് നേടിക്കൊടുത്ത പോയിൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വഹിച്ചത്. അതിലും വളരെയേറെ സന്തോഷം നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഉണ്ട്. സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ അധ്യാപകരും PTA നൽകുന്ന പങ്ക് വളരെ പ്രശംസനീയമാണ്. അത് തുടർന്നും അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ വന്ന കുട്ടികൾ വളരെ പ്രതീക്ഷയോടും വളരെ സന്തോഷത്തോടും വളരെ ഉത്സാഹത്തോടും
നല്ല ലക്ഷ്യങ്ങളോടുമാണ് ഈ സ്കൂളിലേക്ക് പ്ലസ് 1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണവും സഹായങ്ങളും ഈ സ്കൂളിൽ നിന്ന് PTA-യും ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഞാനും നൽകും എന്നുള്ളതാണ് എൻ്റെ വസ്തുത. കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നതിനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഈ സ്കൂളിൽ നിന്ന് അധ്യാപകരുടെയും PTA-യുടെയും നേതൃത്വത്തിൽ ഉണ്ടാകും.